ഒരു ആക്സിഡന്റ് ഒക്കെ പറ്റിയിട്ട് എന്റെ ഷൂട്ട് കുറച്ച് പാച്ച് വർക്കൊക്കെ പെൻഡിങ് വന്നു. അതിന്റെ ഇടയ്ക്ക് ആ ഡയറക്ടർ വേറെ വർക്കുകൾ ചെയ്യാനൊക്കെ പോയതുകൊണ്ട് എ പ്രഗ്നന്റ് വിഡോ എന്ന സിനിമയിലെ നായിക ട്വിങ്കിൾ ജോബിയാണ് ഇന്നത്തെ അതിഥി. നമസ്കാരം. നമസ്കാരം. പുതിയ വിശേഷങ്ങൾ എങ്ങനെ? ഇപ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമായി നിൽക്കുന്നതാണ്, ദേശീയതലം വരെ ശ്രദ്ധിക്കപ്പെട്ടേക്കുന്ന ദ പ്രഗ്നന്റ് വിഡോ. എന്തൊക്കെയാണ് അതിന്റെ വിശേഷങ്ങൾ? സന്തോഷമുണ്ട്. പിന്നെ ഒരുപാട് പേരോട് നന്ദിയുണ്ട്. എന്റെ ലൈഫിൽ ഞാൻ ഒരുപാട് ആഗ്രഹിച്ച നിമിഷങ്ങളായിരുന്നു. പക്ഷെ അത് ഇത്രയും പെട്ടെന്ന് പെട്ടെന്നാണോ എന്ന് ചോദിച്ചാൽ അല്ല, ആണോ എന്ന് ചോദിച്ചാൽ അതെ, അങ്ങനെ എന്നിലേക്ക് എത്തും, ഇങ്ങനെയൊക്കെ ഉള്ള മൊമെന്റ്സ് ഒക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റൂ എന്നുള്ളത് ഭയങ്കര അതിന് ഹാപ്പിയാണ്. പിന്നെ ഇപ്പൊ ലാസ്റ്റ് ഞങ്ങളിപ്പോ കൊൽക്കത്ത ഫിലിം ഫെസ്റ്റിവൽ കഴിഞ്ഞിട്ട് കൊൽക്കത്ത ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിലേക്ക് മൂവി സെലക്ട് ആയിരുന്നു. ഇന്ത്യൻ മൂവി കോമ്പറ്റീഷനിലേക്കാണ് സെലക്ട് ആയത്. അപ്പം അത് ഫെസ്റ്റിവൽ കഴിഞ്ഞ് ഞങ്ങള് 15-ാം തീയതി തിരിച്ചു വന്നതേ ഉള്ളൂ. അവിടെയാണേലും നല്ല നല്ല അനുഭവങ്ങളായിരുന്നു. ജീവിതത്തിൽ എന്നും ഓർത്തിരിക്കാൻ പറ്റുന്ന, മുന്നോട്ട് പോകാനായിട്ട് ഒരു എനർജി തരുന്ന മൊമെന്റ്സ് ആയിരുന്നു ടോട്ടലി. നല്ല ബോൾഡായ ക്യാരക്ടറാണ് അത് ചെയ്തേക്കുന്നത്. നമ്മൾ നോക്കുന്ന ഫിലിംസുകളാണെങ്കിലും ഒക്കെ എല്ലാം നല്ല ബോൾഡ് ആൻഡ് സ്ട്രോങ് ആയ ക്യാരക്ടറുകളാണ്. എങ്ങനെ ഈ ക്യാരക്ടറുകൾ ചെയ്യാൻ പറ്റുന്നു? അതും പ്രത്യേകിച്ചും നമുക്ക് കുറച്ചും കൂടെ കഴിഞ്ഞ് ചെയ്യേണ്ടതായ ഒരു ക്യാരക്ടറുകളല്ലായിരുന്നു എന്നങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഇപ്പൊ ഈ പ്രഗ്നന്റ് വിഡോ എടുക്കുകയാണെങ്കിൽ തന്നെ ഇപ്പം അതിന്റെ കാസ്റ്റിംഗ് അത് വളരെ പെട്ടെന്ന് നടന്നൊരു കാസ്റ്റിംഗ് ആയിരുന്നു. അപ്പം പൂജയ്ക്ക് 2 ദിവസം മുന്നേ വേറൊരാള് വിജിത്ത്, നമുക്ക് സിനി ഫയൽ എന്ന് പറഞ്ഞിട്ടൊരു മൂവി ഗ്രൂപ്പും ഫേസ്ബുക്ക് പേജും ഒക്കെ ഉണ്ട്. അപ്പൊ അതിന്റെ അഡ്മിൻ ആയിട്ടുള്ള വിജിത്ത് എന്നെ കോൺടാക്ട് ചെയ്തു. ഞങ്ങൾ നേരത്തെ പരിചയം ഉണ്ടായിരുന്നു. കോൺടാക്ട് ചെയ്തിട്ട് പറഞ്ഞു ഇങ്ങനെ ഒരു മൂവിയുടെ ഒരു കാസ്റ്റിംഗ് കോൾ ഉണ്ട്, ഒന്ന് ഫോട്ടോസ് ഒന്ന് അയച്ചു കൊടുത്തേക്കാൻ പറഞ്ഞു. ഞാൻ ഫോട്ടോസ് ഫോർവേഡ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം ഇപ്പം അയച്ചിട്ട് പിറ്റേ ദിവസം ഡയറക്ടറും എല്ലാവരും ഉണ്ട്. അവരൊരു വീഡിയോ കോൾ ചെയ്യുന്നു. വീഡിയോ കോൾ ചെയ്തിട്ട് സംസാരിക്കുന്നു, ഡീറ്റെയിൽസ് പറയുന്നു. ഇങ്ങനെയാണ് ഒരു ഫെസ്റ്റിവൽ മൂവിയാണ്, തിയേറ്റർ റിലീസ് ഫ്യൂച്ചറിൽ അത് കഴിഞ്ഞിട്ട് പ്ലാൻ ഉണ്ട് എന്നൊക്കെ പറയുകയാണ്. അപ്പൊ ശരി എന്ന് പറഞ്ഞ് നമ്മള് പോകുന്നു. അപ്പം എന്തായാലും നാളെയോ ഇന്ന് വൈകിട്ടോ ആയിട്ട് അപ്ഡേഷൻ പറയാം, എങ്ങനെയാണെന്നുള്ളത് പറയാം എന്ന് പറയുന്നു. അങ്ങനെയാണ്. ഇൻ കേസ് സെലക്ട് ആവുകയാണെങ്കിൽ നാളെ രാവിലെ തന്നെ പാലക്കാടേക്ക് കയറണം. നാളെ കഴിഞ്ഞ് രാവിലെ പൂജയാണ്, നമ്മൾ സിനിമ ഷൂട്ട് തുടങ്ങുകയാണ്. ഇനിയിപ്പോ ഫെസ്റ്റിവൽസിനൊക്കെ സബ്മിറ്റ് ചെയ്യേണ്ട ടൈം ആവുന്നതുകൊണ്ട് പെട്ടെന്ന് പടം ചെയ്ത് പോസ്റ്റ് പ്രൊഡക്ഷൻ ഒക്കെ ചെയ്യേണ്ടെന്ന് പറയുന്നു. അപ്പൊ ഞാൻ പിന്നെ വിചാരിച്ചു ഓക്കെ, എനിക്ക് എന്തോ ഒരു പോസിറ്റീവായിട്ട് മൈൻഡ് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ എന്തായാലും വരുന്ന നോക്കാന്ന് ഓർത്തു. പക്ഷെ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഞാൻ അപ്പൊ തന്നെ 15 ദിവസത്തേക്ക്, ഫസ്റ്റ് ഷെഡ്യൂൾ ഒരു 15 ദിവസത്തേക്ക് എന്നുള്ള രീതിയിൽ പ്ലാൻഡ് ആയിട്ടായിരിക്കും എന്ന് പറഞ്ഞിരുന്നു. ഞാൻ അപ്പൊ തന്നെ അത് കഴിഞ്ഞപ്പോ തന്നെ പെട്ടെന്ന് ഹറിബറി ആയിട്ട് ഇതാവണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ഒരു 15 ദിവസത്തേക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ബാഗിൽ പാക്ക് ചെയ്ത് വെക്കുന്നു. എന്നോട് പിറ്റേ ദിവസം പറയാം എന്നായിരുന്നു പറഞ്ഞിരുന്നത്. രാത്രിയിൽ എന്നെ വിളിച്ചിട്ട് പറയുന്നു നാളെ രാവിലെ തന്നെ കയറണം, സെലക്ട് ആയി എന്ന് പറയുന്നു. അപ്പൊ ഞാൻ അങ്ങനെ പാലക്കാടേക്ക് എത്തുന്നു. അവിടെ എത്തിക്കഴിഞ്ഞപ്പോ പിന്നെ എനിക്കപ്പോ അറിയുന്നില്ല, ഞാൻ രാത്രിയാണ് എത്തുന്നത്. ഒരു 7:30-7 മണിയായപ്പോ ഞാൻ അവിടെ എത്തുന്നു. പിറ്റേ ദിവസം രാവിലെ പൂജ, അന്ന് തന്നെ ഷൂട്ട് തുടങ്ങുകയാണ്. അപ്പോ ഞാൻ അവരെ എല്ലാം കാണുന്നു. ഡയറക്ടറും റൈറ്ററും DOP ഇവരെല്ലാം എന്നെ അവിടെ വെച്ചിട്ടാണ് കാണുന്നത്. അപ്പം ഞാൻ എന്നെ കണ്ടങ്ങ് മാറിക്കഴിഞ്ഞപ്പോ ഇവര് ഡയറക്ടറിന്റെ അടുത്ത് റൈറ്ററിനും ഓക്കെയാണ്, ഞാൻ ഓക്കെയാണ്, പക്ക ഓക്കെ ആണെന്നുള്ള രീതിയിൽ അവർ നിൽക്കുന്നു. അപ്പം ബാക്കി ആ കൂട്ടത്തിലുണ്ടായിരുന്ന ആളുകളൊക്കെ ഇപ്പൊ കൺഫ്യൂഷൻ പറഞ്ഞു, കുട്ടി ശരിയാവോ, ഭയങ്കര സ്ലിം ആയിട്ടിരിക്കുന്നു, ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ നമ്മൾ പറയുന്നത് താങ്ങുവോ, ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഇത് ഒക്കെ ആവും തോന്നുന്നില്ല എന്നൊക്കെ ഉള്ള ഒരു ഡിസ്കഷൻ നടക്കുന്നു. പക്ഷെ ഞാനിതൊന്നും അറിയുന്നില്ല. ഞാൻ പൂജയ്ക്ക് വേണ്ടി, ഷൂട്ടിന് വേണ്ടി എന്നുള്ള രീതിയിൽ മെന്റലി പ്രിപ്പയർഡ് ആയിട്ട് ഞാൻ ഇങ്ങനെ നിൽക്കുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഷൂട്ട് പൂജ കഴിഞ്ഞു. പൂജ കഴിഞ്ഞപ്പോഴും എനിക്ക് എന്റെ ഹെയർ ഒന്ന് പെർമനന്റ് ആയിട്ട് സ്ട്രെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതൊരു നാടൻ കഥാപാത്രമാണ്, ഹെയർ ഒന്ന് അതിനുവേണ്ടി ചെയ്തെടുക്കണം. അപ്പം ഞാൻ വന്നത് രാത്രിയാണല്ലോ, പിന്നെ ഒരു ഓപ്ഷനും ഇല്ല. അപ്പൊ പിറ്റേ ദിവസം എനിക്ക് അതൊന്ന് ഹെയർ സെറ്റ് ചെയ്യാൻ ഇച്ചിരി ടൈം എടുക്കുമായിട്ട് എന്നെ വെച്ചിട്ടല്ല തുടങ്ങാം എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ വേറെ ആർട്ടിസ്റ്റിനെ വെച്ചിട്ട് അവര് ഷൂട്ട് തുടങ്ങി. പൂജ കഴിഞ്ഞു. അപ്പോഴും എല്ലാരും അവരുടെ മൈൻഡ് ഈ ഒരു കൺഫ്യൂഷൻ ഉണ്ടെന്നുള്ളത് എനിക്കറിയുന്നില്ല. അത് കഴിഞ്ഞ് പോയി മേക്ക് ഓവർ ചെയ്ത് ഹെയർ റെഡിയാക്കി കോസ്റ്റ്യൂമിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാരും പറഞ്ഞു ഓക്കെ. ലുക്ക് പെർഫോം ചെയ്തില്ല, കോസ്റ്റ്യൂമിൽ റെഡിയായി വന്നു കഴിഞ്ഞപ്പോ തന്നെ എല്ലാരും ആ ഒരു കൺഫ്യൂഷൻ ക്ലിയർ ആയി. എല്ലാരും ഓക്കെ, ഇപ്പൊ ഞങ്ങൾക്ക് ഓക്കെയാണ് എന്നുള്ളൊരു സാധനം വന്നു. പിന്നെ ഒരു ഇത് ടേക്കൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാരും ഫ്രീ ആയി. പിന്നെ അവരാരും അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല. പിന്നെ അത് അതിന്റെ ഒരു ഫ്ലോയിൽ പോയി. അപ്പം
ഞാൻ പറഞ്ഞു വന്നേ നമ്മൾ പറയും ഡോണ്ട് ജഡ്ജ് എ ബുക്ക് ബൈ ഇറ്റ്സ് കവർ എന്ന് നമ്മൾ പറയില്ലേ. തീർച്ചയായും നമ്മളെ എനിക്ക് പലയിടത്തുനിന്നും എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരു സിറ്റുവേഷൻ അതാണ്. പല കഥാപാത്രങ്ങളും എന്നീന്ന് പിന്നെ പോയിട്ടുണ്ട്. കാരണം എന്റെ ഒരു ലുക്ക് വെച്ചിട്ട് സ്ലിം ആണ്. പിന്നെ നമ്മളൊരു വൺസ് നമ്മൾ കാലിബർ ഉണ്ടോ ഇല്ലയോ, നമ്മൾ ചെയ്യുവോ ഇല്ലയോ എന്നൊക്കെ പ്രൂവ് ചെയ്യുന്നതും വരെ നമ്മുടെ ഒരു ലുക്ക് വെച്ചിട്ടായിരിക്കുമല്ലോ, പരീക്ഷണമാണ്. ആ ലുക്ക് വെച്ചായിരിക്കുമല്ലോ ആരും ജഡ്ജ് തീർച്ചയായിട്ടും ചെയ്യുന്നേ. അപ്പൊ പക്ഷെ ഇത് എനിക്ക് ഭയങ്കര ഒരു നല്ലൊരു പ്ലാറ്റ്ഫോം ആയിട്ട് എനിക്കത് ഈ ഒരു മൂവി എനിക്ക് മുന്നോട്ടും ഹെൽപ്ഫുൾ ആവും തോന്നി. പക്ഷെ ഇതിന് മുന്നേ ഞാൻ ചെയ്തത് ഇപ്പം ഇച്ചിരി പെർഫോം ചെയ്യാനായിട്ടുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മുന്നേ ഇപ്പൊ റിലീസായ പടമാണ് പൊമ്പിളയൊരുമ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അത് വിപിൻ ആറ്റ്ലി ആക്ടർ, റൈറ്റർ ആൻഡ് ഡയറക്ടറാണ്. വിപിൻ ആറ്റ്ലി ഡയറക്ട് ചെയ്ത മൂവിയാണ് പൊമ്പിളയൊരുമ. അപ്പൊ പൊമ്പിളയൊരുമയില് നായിക കഥാപാത്രത്തിന് കഴിഞ്ഞ സ്റ്റേറ്റ് അവാർഡ്, മികച്ച സ്വഭാവ നടിക്കുള്ള സ്റ്റേറ്റ് അവാർഡ് ഉണ്ടായിരുന്നു. നായികയ്ക്ക് ഓപ്പോസിറ്റ് വില്ലത്തിയായിട്ട് ഒരു നെഗറ്റീവ് ഷെയ്ഡാണ് ഞാൻ ചെയ്തത് അതില്. അപ്പൊ ഞാൻ ആന്റപ്പന്റെ അത്ഭുത പ്രവർത്തികൾ എന്ന് പറഞ്ഞ സിനിമയിൽ വിപിൻ ചേട്ടന്റെ പടത്തിൽ ഞാൻ ആക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അതിന്റെ പോസ്റ്റ് പ്രൊഡക്ഷനിലും ഒക്കെ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റി. അതിന്റെ ഡബിങ്ങിൽ ഞാൻ ഇരുന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് വിപിൻ ചേട്ടൻ എന്നെ ഞാൻ അഭിനയിച്ചത് കൊണ്ട് ഒരു ധാരണ ഉണ്ടാവുമല്ലോ ഏത് ക്യാരക്ടറിലേക്ക് കാസ്റ്റ് ചെയ്യാൻ പറ്റുമെന്നൊക്കെ. പൊമ്പിളയൊരുമ ഷൂട്ട് തുടങ്ങുന്ന സമയത്താണ് വിപിൻ ചേട്ടന് ഇങ്ങനെ ഒരു കഥാപാത്രം ഉണ്ട്, ചെയ്യണോന്ന് പറഞ്ഞിട്ട് ഞാനത് ആക്ട് ചെയ്യുമായിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഹീറോയിനായിട്ട് മാത്രമേ അല്ല പോസിറ്റീവ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് മാത്രമേ ചെയ്യാവുള്ളൂ എന്നില്ല. നെഗറ്റീവ് ഷെയ്ഡ് വരുന്ന ക്യാരക്ടേഴ്സും ചെയ്യണം. നമ്മൾ എന്നെ സംബന്ധിച്ചിടത്തോളം വേഴ്സറ്റൈൽ ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് ആയിട്ട് മാറുക എന്നുള്ളതാണ് എന്റെ ഒരു ആഗ്രഹം. അങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള ശക്തമായിട്ടുള്ള കഥാപാത്രങ്ങൾ കിട്ടുക എന്നുള്ളതാണ്. അപ്പൊ ഈ പൊമ്പിളയൊരുമയില് അങ്ങനെ ഒരു കഥാപാത്രമായിരുന്നു, ഒരു നെഗറ്റീവ് ഷെയ്ഡ് ആയിരുന്നു. അപ്പം ഇന്നായാലും വലിയൊരു സന്തോഷം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം പലയിടത്തും ഇരിക്കുമ്പം ഇപ്പൊ ആളുകളിലേക്കൊക്കെ അത് റീച്ച് ആയിക്കൊണ്ടിരിക്കുന്നു. അത് സൈന പ്ലേയിലായിരുന്നു, അതുപോലെ തന്നെ മനോരമ മാക്സിലും ഉണ്ടായിരുന്നു. ഇപ്പം അത് ഒരുപാട് പേരുകൾ കണ്ടിട്ട് പലയിടത്തും കണ്ടിട്ട് പൊമ്പിളയൊരുമയിൽ ആക്ട് ചെയ്തിരുന്നു, ഞങ്ങൾ കണ്ടിരുന്നു, അടുത്ത പ്രോജക്റ്റ് ഏതാ, നല്ല അങ്ങനെ പറഞ്ഞ് വിഷസ് ഒക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നാറുണ്ട്. അപ്പം ആ ഒരു കഥാപാത്രം അതിലെ നായികയ്ക്കായിരുന്നു ഇപ്രാവശ്യത്തെ കഴിഞ്ഞ വർഷത്തെ മികച്ച സ്വഭാവ നടിക്കുള്ള സ്റ്റേറ്റ് അവാർഡ് ഉണ്ടായിരുന്നു. എനിക്കായാലും ഒരു സ്റ്റേറ്റ് അവാർഡിന് മുന്നേ പൂവച്ചൽ ഖാദർ ഫിലിം അവാർഡ് ഉണ്ടായിരുന്നു. അതിൽ എനിക്ക് ആ സമയത്ത് മികച്ച പ്രതിനായകയ്ക്കുള്ള ഒരു അവാർഡും പൂവച്ചൽ ഖാദർ അവാർഡും കിട്ടിയിരുന്നു. അപ്പം അത് ഭയങ്കര സന്തോഷം തോന്നി. പക്ഷെ വലിയൊരു വേദിയിലാണ് ആ ഒരു അവാർഡ് ലഭിക്കപ്പെട്ടത്. അതുപോലെ മിനിസ്റ്ററും സൈജു കുറുപ്പും അങ്ങനെ കുറെ പേരും ഉണ്ടായിരുന്നു ആ അവാർഡ് വേദിയിൽ. അതായിരുന്നു, അതായത് പിന്നെ ജേർണലിസ്റ്റ്, അതുപോലെ തന്നെ സിനിമ സീരിയൽ രംഗങ്ങളിൽ ഓരോ കാറ്റഗറിയിലുള്ള അവാർഡുകളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അപ്പം അവര് അത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സ്റ്റാർസിനൊപ്പം ആ ഒരു വേദി പങ്കിടാനും അല്ലെങ്കിൽ ആ ഒരു അവാർഡിൽ നിന്ന് നമുക്കും അത് ഇങ്ങനെയുള്ള നമുക്കിപ്പോ ആർട്ടിസ്റ്റുകളെയൊക്കെ അടുത്ത് കാണാൻ ആഗ്രഹിച്ച ഒരു സമയമുണ്ട്. അപ്പൊ അവരുടെ ഒപ്പം ഇരിക്കാനും മുന്നിലിരുന്ന് നമുക്കൊരു അവാർഡ് വാങ്ങാനൊക്കെ പറ്റുകയെന്ന് വെച്ചാൽ അതെനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയ മൊമെന്റ് ആയിരുന്നു. അപ്പം അത് കഴിഞ്ഞിപ്പോ പ്രഗ്നന്റ് വീട് ആയാലും ഇത്രയും ശക്തമായ ഒരു കഥാപാത്രം കിട്ടി. അതുപോലെ തന്നെ ഈ ആന്റപ്പന്റെ അത്ഭുത പ്രവർത്തികൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോ മ്യൂസിക്കൽ ചെയർ എന്ന് പറഞ്ഞിട്ട് വിപിൻ ആറ്റ്ലി തന്നെ ഡയറക്ട് ചെയ്ത മൂവിയാണ്. അത് IFFKയില് സെലക്ട് ആയ ഒരു മൂവി ആയിരുന്നു. ഒരു കോവിഡിന്റെ ആ ഒരു ടൈമിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നു മൂവി. അപ്പോ അതില് ചീഫ് അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്ത നൌഷാദ് എന്ന് പറഞ്ഞിട്ട് പിന്നെ നൌഷാദ് ഏട്ടന് ഡയറക്ട് ചെയ്തൊരു മൂവി. അപ്പൊ ഞാൻ ഇതിന്റെ പോസ്റ്റ് പ്രൊഡക്ഷനിൽ അവിടെ ഇരിക്കുമ്പോഴാണ് എന്നെ കാണുന്നതും ഞങ്ങളൊരു മൂവി ചെയ്യുന്നുണ്ട്, ആക്ട് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നതും. അങ്ങനെ അതിൽ ഹീറോയിനായിട്ട് ചെയ്തു. അപ്പൊ അതിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതും പെർഫോം ചെയ്യാൻ സ്പേസ് ഉള്ള ഒരു കഥാപാത്രമായിരുന്നു. അപ്പൊ ഇതൊരു നെഗറ്റീവ് ഷെയ്ഡ്. ഇപ്പം ഇത് പ്രഗ്നന്റ് വിട ആണെങ്കിൽ അത് വേറൊരു കൈൻഡ് ഓഫ് ക്യാരക്ടർ. അതിൽ നിന്നൊക്കെ വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കഥാപാത്രമാണ് ഈ നൌഷാദ് ചേട്ടന്റെ പടത്തിൽ ഞാൻ ആക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇന്ന് ഞാൻ ഈ അടുത്തൊന്നും ഇറങ്ങിയ ഒരു കുറച്ചു നാളായിട്ട് ഇറങ്ങിയ പടങ്ങളിലൊന്നും അങ്ങനത്തെ ഒരു ക്യാരക്ടർ ഞാൻ കണ്ടിട്ടില്ല. വേറൊരു രീതിയിലുള്ള ഒരു കഥാപാത്രം. അപ്പൊ അതും നമുക്കൊരു സന്തോഷം തന്നൊരു ഇതാണ്. പിന്നെ ഇപ്പം വേറെ ഹൗഡിനി എന്ന് പറഞ്ഞിട്ട് മൂവിയിലാണേലും അതൊരു രാജസ്ഥാനി ആയിട്ടാണ് ചെയ്തു കഴിഞ്ഞു. ഓക്കെ, സന്തോഷമുണ്ട്. അങ്ങനെയുള്ള കഥാപാത്രങ്ങൾ ചോദിച്ചതുപോലെ തന്നെ ശക്തമായ കഥാപാത്രങ്ങൾ കിട്ടണമെന്നാണല്ലോ ഏതൊരു ആർട്ടിസ്റ്റും ആഗ്രഹിക്കും. അത് കുറച്ച് നേരത്തെ ആയതിൽ സാധാരണ കുറെ ജേർണി ചെയ്തിട്ടാണ് നമുക്ക് ഇതുപോലുള്ള ക്യാരക്ടേഴ്സ് നമ്മളെ തേടി വരിക. ആദ്യം ചെറിയ ചെറിയ റോളുകളാണ്, പക്ഷെ ആദ്യമേ തന്നെ വലിയ ക്രൂകളുടെ കൂട്ടത്തിലാണ് നമ്മൾ വർക്ക് ചെയ്തേക്കുന്നത്. വിനിയൻ സാർ അതുപോലെയൊക്കെ വലിയ ലെജൻഡറീസിന്റെ കൂട്ടത്തിൽ നമുക്ക് ആദ്യമേ തന്നെ അതിനകത്ത് പോസ്റ്റ് പ്രൊഡക്ഷനിലും അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടും ഒക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. എങ്ങനെ ഈ ടെക്നിക്കൽ സൈഡ് പഠിച്ചിട്ടുണ്ടോ? ഇല്ല, എന്റെ ഫോക്കസ് ആക്ടിങ് ആണ്. അപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ വർക്ക്ഷോപ്സോ ആക്ടിങ് കോഴ്സുകളൊന്നും
അറ്റൻഡ് ചെയ്തിട്ടില്ല. അപ്പം എനിക്ക് നമുക്കൊരു ഫിലിം ബാക്ക്ഗ്രൗണ്ടും ഒന്നുമില്ല. അപ്പൊ ഇത് എന്താണ്, എങ്ങനെയാണ് ഇത് പോകുന്നേ, നമുക്കിപ്പോ നമ്മൾ റിയൽ ലൈഫിൽ ചോദിച്ചാൽ എല്ലാവരും ആക്ടേഴ്സ് ആണ് അല്ലെ, അതെ, നമ്മുടെ ആവശ്യങ്ങൾക്ക് അനുസരിച്ച് നമ്മൾ പക്ഷെ ക്യാമറയുടെ മുന്നിൽ ആക്ട് ചെയ്യുക എന്ന് പറയുന്നത് അതിന് നമ്മൾ കുറെ കാര്യങ്ങൾ പഠിക്കേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പം എനിക്ക് അങ്ങനെ ഒരു പഠനമില്ല. ഞാൻ വിചാരിച്ചു ഇതിന്റെ ടെക്നിക്കൽ സൈഡിൽ വർക്ക് ചെയ്യുമ്പോൾ, ഡയറക്ഷൻ സൈഡിലാണെങ്കിലും പ്രൊഡക്ഷൻ സൈഡിലൊക്കെ ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് അതിൽ നിന്ന് അതും പഠിക്കാൻ പറ്റും, ഇതിനത് ഹെൽപ്പ് ചെയ്യൂലോ എന്നുള്ള വിചാരത്തിലാണ് ഞാൻ. പിന്നെ എനിക്ക് അവസരം കിട്ടിയപ്പം ഞാനത് വർക്ക് ചെയ്തു എന്നുള്ളതാണ്. ഇപ്പൊ ഞാന് ഇപ്പം വിപിൻ ചേട്ടന്റെ ഈ ആന്റപ്പന്റെ അത്ഭുത പ്രവർത്തികളിൽ എനിക്ക് ഷൂട്ടിങ്ങിൽ ഞാൻ ഉണ്ടായിരുന്നില്ല, പോസ്റ്റ് പ്രൊഡക്ഷനിൽ എനിക്ക് അവരുടെ കൂട്ടത്തില് വർക്ക് ചെയ്യാനായിട്ട് പറ്റി. ഡബിങ്ങിലായിരുന്നു ഞാൻ വർക്ക് ചെയ്യാൻ പറ്റിയത്. പിന്നെ ഷീല എന്ന് പറഞ്ഞിട്ട് മലയാളം കന്നഡ മൂവി, അതില് ആക്ട് ചെയ്യല്ല ചെയ്ത്, അതിൽ ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തു. പിന്നെ ഞാനൊരു ആൽബം സോങ്ങും ഒരു ചെറിയൊരു ഷോർട്ട് ഫിലിമും ഡയറക്ട് ചെയ്തു. അതിനകത്ത് ചെയ്തു വരുമ്പോൾ ഡിറക്ഷൻ ചെയ്തു, സ്ക്രിപ്റ്റ് ചെയ്തു, അഭിനയവും, ഇത് എല്ലാം കൂടെ ഒരുപോലെ മാനേജ് ചെയ്യാൻ എളുപ്പമാണ്. പക്ഷെ അത് അതെന്റെ ഫസ്റ്റ് വർക്കായിരുന്നു. ആ ആൽബം സോങ് ആയിരുന്നു എന്റെ ഫസ്റ്റ് വർക്ക്. അതിന് ഞാൻ ആക്ട് ചെയ്ത് ഡയറക്ഷനും അതിന്റെ സ്റ്റോറിയും ഞാൻ തന്നെയാണ് ചെയ്തത്. എനിക്ക് കിട്ടിയൊരു അവസരം, എനിക്കറിയില്ലായിരുന്നു. പക്ഷെ എന്നെ വിശ്വസിച്ച് ഒരാളെ ഏൽപ്പിച്ചപ്പോ അവർക്കത് ഇഷ്യൂല ചെയ്യാം എന്ന് കരുതി ഞാൻ ചെയ്താണ്. വളരെ ചെറിയൊരു രീതിയിൽ ചെയ്തൊരു വർക്കായിരുന്നു. അതിൽ നിന്നാണ് പിന്നെ ഞാൻ ബാക്കി ഓരോരോ പ്രോജക്റ്റുകളിലേക്ക് വന്നത്. സിനിമയിലേക്ക് വരുന്നത് അഭിനയമായിട്ടാണോ അതോ ഈ ടെക്നിക്കൽ സൈഡ്, പ്രത്യേകിച്ച് ഈ ഡയറക്ഷൻ അങ്ങനെ ആയിട്ടാണോ സിനിമയിലേക്കുള്ള എൻട്രി? എങ്ങനെയായിരുന്നു സിനിമയിലേക്കുള്ള വരവ്? ഞാൻ പറഞ്ഞ പോലെ ആൽബം സോങ് ആണ് ഞാൻ ഫസ്റ്റ് പിന്നെ ചെയ്ത വർക്ക്. അപ്പൊ അതില് ആക്ട് ചെയ്യുകയും ചെയ്തു, ഡയറക്ഷനും അതിന്റെ സ്റ്റോറിയും ചെയ്തിട്ടാണ് ചെയ്തേ. പക്ഷെ സിനിമ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ആക്ടിങ് തന്നെയാണ്. ഞാൻ ആന്റപ്പന്റെ അത്ഭുത പ്രവർത്തികൾ എന്ന് പറഞ്ഞിട്ട് വിപിൻ ആറ്റ്ലി ഡയറക്ട് ചെയ്ത പടത്തിലാണ് ഒരു കഥാപാത്രം ചെയ്ത് എന്റെ ഒരു ഫസ്റ്റ് വർക്കായിട്ട് വരുന്നത്. ഈ രാജേഷ് എന്ന് പറഞ്ഞിട്ട് എഡിറ്റർ രാജേഷ് ചേട്ടനാണ് എന്നെ വിപിൻ ആറ്റ്ലിയെ പരിചയപ്പെടുത്തി തരുന്നു. അങ്ങനെയാണ് ആ പടത്തിലേക്ക് കാസ്റ്റ് ആവുന്നതും അത് ചെയ്യുന്നതും. അത് കഴിഞ്ഞ് പിന്നെ വന്ന വർക്ക് എന്ന് പറഞ്ഞ് ഞാൻ ഈ ഹീറോയിനായിട്ട് ചെയ്ത വർക്ക്. അത് പക്ഷെ പിന്നെ ഇടയ്ക്ക് അതിൽ അഭിനയിച്ച ആൾക്ക് ഒരു ആക്സിഡന്റ് ഒക്കെ പറ്റിയിട്ട് എന്റെ ഷൂട്ട് കുറച്ച് പാച്ച് വർക്കൊക്കെ പെൻഡിങ് വന്നു. അതിന്റെ ഇടയ്ക്ക് ആ ഡയറക്ടർ വേറെ വർക്കുകൾ ചെയ്യാനൊക്കെ പോയതുകൊണ്ട് അതൊന്ന് പ്രോസസ് ഒന്ന് സ്ലോ ആയി. അപ്പൊ അതിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞാണ് മറ്റോരോ വർക്കുകളും കണക്ട് ആയത്. നമുക്ക് ചുറ്റും പലരും പല ലോകത്തായിരിക്കും ആ സമയത്ത് ഉണ്ടാവുക. അവിടെ പല നോയ്സും കാര്യങ്ങളും അതും ഇതൊക്കെ ഉണ്ടാവും. പക്ഷെ ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ക്യാരക്ടർ എന്താണോ ആ ക്യാരക്ടറായി മാറണം.